വലിയ പ്രത്യാശയും ആശ്വാസവും നൽകുന്ന ഒരു വചനമാണ് നമ്മുടെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ദാനമായി തന്നു. യെശയ്യാ പ്രവചനം 41 അധ്യായത്തിൻ്റെ 13 വാക്യം. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ഒരാൾ നമ്മുടെ വലങ്കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം സുരക്ഷിതം നമ്മുടെ മനസ്സിൽ വരും. ശക്തനായ ഒരുവൻ നമ്മുടെ വലങ്കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആരാലും തോൽപ്പിക്കുവാൻ കഴിയാത്തതായ, വഴിമധ്യേ നമ്മെ ഏത് രീതിയിലും സഹായിക്കുവാൻ കെൽപ്പുള്ളതായ ഒരു കരമാണ് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുള്ളതെങ്കിൽ ജീവിതത്തിൽ വലിയ സമാധാനമുണ്ടാകും, ആശ്വാസമുണ്ടാകും. അതിൽ കൂടിയ ഒരു സ്വസ്ഥത ഭൂമിയിൽ കിട്ടുവാനില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നോക്കൂ, ദൈവം ഈ വചനം അരുളി ചെയ്തത് ഇസ്രായേലിനോട് അല്ലെങ്കിൽ യാക്കോബിനോടാണ്. യാക്കോബ് ആ സമയത്ത് അവൻ്റെ കൈക്ക് പിടിച്ച് നടത്തുവാൻ വേണ്ടി ഒരു ചെറിയ ശിശുവല്ല, ഒരു ബാലനല്ല, ഒരു യൗവനക്കാരനല്ല, അല്ലെങ്കിൽ ഒരു ബലഹീനനല്ല. ബലമുള്ളവനാണ് അവൻ. ആരുടെയും മുൻപിൽ തോൽക്കുന്നവനല്ല. ദൂതന്മാരോട് പോലും മല്ലടിച്ച് ജയിച്ചവനാണ്. വില്ലാളിയാണ്. അല്ലെങ്കിൽ കാട്ടിൽ ആടുകളെ മേയ്ക്കുവാനും ചെന്നായ്ക്കളെ ഓടിക്കുവാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ആരുടെയും സഹായമില്ലാതെ മരുഭൂമിയിൽ ആടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ നോക്കി നല്ല പരിചയമുണ്ട്. അവൻ്റെ കൂടെ അവനെ സഹായിക്കുവാൻ ധാരാളം ജോലിക്കാരും അല്ലെങ്കിൽ അവനെ ദാസന്മാരും ദാസിമാരും ഒക്കെ അവൻ്റെ ഭവനത്തിലുണ്ട്. ധാരാളം സമ്പത്തുമുള്ളവനാണ്. എങ്കിലും അവനോട് ദൈവം വാഗ്ദത്തമായിട്ട് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈക്ക് പിടിച്ച് നിന്നെ സഹായിക്കും, നീ ഭയപ്പെടേണ്ട എന്ന് ദൈവം അരുളി ചെയ്യും. അതിൻ്റെ അർത്ഥം ദൈവം മനുഷ്യനുമായിട്ടുള്ളതായ ഒരു ബന്ധം ഒരപ്പനും ഒരു ശിശുവായിട്ട് അല്ലെങ്കിൽ ഒരു കൊച്ചു പൈതലിനെ നടത്തുന്നത് പോലെയാണ് ദൈവം മനുഷ്യരെ നടത്തുന്നത് എന്നർത്ഥം. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ മുൻപിൽ കൂടിയ ജനങ്ങളോട് പറഞ്ഞത്, അല്ലല്ല, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് ശിശുവല്ല, നിങ്ങൾ ഒരു ആരോഗ്യമുള്ളൊരു മനുഷ്യരാണ്. നിങ്ങൾ തനിയെ നടക്കുവാൻ കഴിവുള്ളവനാണ്. തനിയെ ചിന്തിക്കുവാൻ കഴിയും, തനിയെ മല്ലടിക്കുവാൻ കഴിയും, തനിയെ നിങ്ങൾക്ക് ജയം ഉറപ്പാക്കുവാൻ കഴിയും. നിങ്ങളോട് എതിരിടുന്നവരെ എല്ലാം നിങ്ങൾക്ക് തോൽപ്പിക്കുവാൻ കഴിയും. നിങ്ങളുടെ സമൂഹത്തിലെല്ലാം നിങ്ങൾ ശക്തനെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് നിന്നെ സഹായിക്കുവാൻ കഴിയുകയില്ല. നീ തിരിഞ്ഞ് എന്ന് പറഞ്ഞാൽ നിന്റെ ശക്തിയുള്ള ഭാഗത്ത് നിന്ന് നീ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ കൈക്ക് പിടിച്ച് സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ. നിന്റെ ശക്തിയും നിന്റെ ബലവും നിന്റെ മനസ്ഥിതിയും സ്വഭാവവും നിന്റെ ആരോഗ്യവും നിന്റെ സമ്പത്തും നിന്റെ ബുദ്ധിയും ജ്ഞാനവും ഒക്കെ ഉപയോഗിച്ച് അത് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയല്ല. അത് നിൻ്റെതായ സ്വന്തമായിട്ടുള്ളതായ വഴിയും നിന്റെ സ്വന്തമായിട്ടുള്ള തിരഞ്ഞെടുക്കുന്നതായ നിന്റെ സൗകര്യത്തിനനുസരിച്ചുള്ളതായ ജീവിതങ്ങളുമാണ്. യേശു പറഞ്ഞത്, നീ തിരിഞ്ഞ് ഇപ്പോൾ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നേരെ തിരിഞ്ഞ് ശിശു എന്ന അവസ്ഥയിലേക്ക് വളരുമെങ്കിൽ ഞാൻ നിന്റെ കരത്തിൽ പിടിക്കും. അതുകൊണ്ടാണ് യാക്കോബിനോട് പറഞ്ഞത്, നീ ബലവാനാണ്. യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് യാക്കോബിനോട് ദൂതന്മാർ മല്ലടിച്ചത് അങ്ങനെയാണ്. ദൈവവും അവനുമായിട്ടുള്ള ഒരു ബന്ധം ഒരു ശക്തനായിട്ടുള്ളവനുമായിട്ടുള്ള ബന്ധമല്ല, അല്ലെങ്കിൽ സർവശക്തനായ ദൈവവും ഒരു ശിശുവുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ദൈവത്തിന് മനുഷ്യനെ നടത്തുവാൻ കഴിയുക എന്ന് യാക്കോബിനോട് ദൈവം അരുളി ചെയ്യുകയാണ്. ദൈവം കൊടുത്തതായ വാഗ്ദത്തങ്ങൾക്കെല്ലാം ഒരു അർത്ഥവും അതിലേക്കൊരു വഴിത്തിരിവുകളുമുണ്ട്. നമ്മൾ സാധാരണയായി ചിന്തിച്ചാൽ
നമ്മൾ പോകുന്ന അവസ്ഥയിലെല്ലാം ദൈവം നമ്മുടെ കരം പിടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരു ശക്തനായവനെ ദൈവത്തിന് പിടിക്കാൻ കഴിയില്ല, ദൈവം പിടിക്കുകയില്ല. ശക്തിയില്ലാത്തവൻ, കർത്താവേ ഞാൻ ബലഹീനൻ, ഞാൻ ഒന്നുമില്ലാത്തവൻ, എനിക്ക് കഴിവില്ലാത്തവൻ, ഞാൻ ദരിദ്രനായവൻ, ആത്മാവിൽ ഞാൻ ദരിദ്രനായിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്കൊരു കഴിവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടുവാൻ ഒന്നുമില്ല എന്നുള്ളതായ ഒരു താഴ്ത്തുന്ന ഹൃദയം എവിടെയുണ്ടോ അവനെ ദൈവത്തിന് നടത്തുവാൻ കഴിയും. അങ്ങനെയാണ് യാക്കോബിനെ ദൈവം വിളിക്കുന്നത്. ശക്തനായ യാക്കോബിനെ അവനോട് പറയുകയാണ്, നീ കേവലം പുഴുവാണ്, പുഴുവായ യാക്കോബേ, നിന്റെ കഴിവും ആരോഗ്യവും ജ്ഞാനവും ബുദ്ധികളും എല്ലാം കേവലം ഒരു പുഴുവിന് തുല്യമാണ്. ഒരു വെയിലുറച്ചാൽ വാടിപ്പോകും, ഒരു പൂവിനെ പോലെ, ഒരു പുൽപ്പുറം പോലെ, വെള്ളമില്ലാത്ത മരുഭൂമിയിൽ നിൽക്കുന്ന ഒരു ചെടിയെപ്പോലെ അത് തളർന്നു പോകും, വാടിപ്പോകും. എന്നാൽ സർവശക്തനായ ദൈവം നിന്റെ കരത്തെ പിടിക്കുമ്പോൾ അവിടെ ഒരു ശക്തി നിന്നിൽ പ്രവഹിക്കും. എപ്പോൾ വരെയാണ് ഈ ശിശുത്വം ഉണ്ടാകുക? ഒരു മനുഷ്യനിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിശുത്വം, അവൻ സ്വർഗത്തിൽ ചെല്ലുന്നിടം വരെയും അവൻ ശിശുവായിരിക്കണം. ദൈവം അവനെ ശിശുവായി തന്നെ മാത്രമേ നടത്തുകയുള്ളൂ. ആത്മീയ ജീവിതത്തിൽ അവൻ വിശ്വാസ സംബന്ധമായി അവൻ വളരണമെന്നും അവൻ തനിയെ ആത്മീയ വർധന പ്രാപിക്കണമെന്നും കൃപയിൽ ബലപ്പെടണമെന്നും എന്നൊക്കെ പറയുമ്പോഴും ഒരു ഭാഗത്ത് അവൻ ദൈവത്തിൽ മുഴുവനായി ആശ്രയിക്കുന്നവനാണെങ്കിൽ മാത്രമേ ദൈവം അവൻ്റെ കരത്തിൽ പിടിക്കുകയുള്ളൂ. യാക്കോബിനോട് ദൈവം പറയുന്നു, യാക്കോബേ, ഞാൻ നിന്റെ ദൈവമാകുന്നു, നീ കേവല മനുഷ്യനാണ്, ബലഹീനനാണ്, അജ്ഞാനിയാണ്. നിന്റെ മുൻപിലുള്ള ശത്രുക്കളെ കുറിച്ച് നിനക്ക് യാതൊന്നും അറിയില്ല. നിനക്ക് കടന്നു പോകേണ്ടതായ വഴികളെക്കുറിച്ച് നിന്റെ മനസ്സിൽ ധാരാളം ധാരണയുണ്ട്. ഒരു പക്ഷെങ്കിൽ അത് അബദ്ധങ്ങളിലേക്കാകും, അത് വീഴ്ചകളിലേക്കാകും, താഴ്ചകളിലേക്കാകും, നഷ്ടങ്ങളിലേക്കാകും. എന്നാൽ ദൈവം നമ്മുടെ കരത്തിൽ പിടിക്കുമ്പോൾ നാം ശിശുവായിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ കരത്തിൽ പിടിക്കുവാൻ കഴിയുകയുള്ളൂ. ഏത് കരത്തിലാണ് പിടിക്കുന്നത്? നിന്റെ വലം കൈക്ക് പിടിച്ച്. എന്ന് പറഞ്ഞാൽ വലം കൈ നമ്മുടെ സ്വാർത്ഥതയുള്ള ബലത്തെ കാണിക്കുന്നു, നമ്മുടേതായ ജ്ഞാനത്തെ കാണിക്കുന്നു, നമ്മുടെ ശക്തിയെ കാണിക്കുന്നു, നമ്മുടേതായ ആ അറിവും സമ്പത്തിനെയും കാണിക്കുന്നു, കഴിവിനെയും കാണിക്കുന്നു. അതുകൊണ്ട് ദൈവം പിടിക്കുമ്പോൾ നിന്റെ വലം കൈക്ക് ദൈവം പിടിക്കും. ദൈവത്തിന് സ്തോത്രം. ആ വലം കൈ ദൈവം നമ്മെ വലം കൈക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശക്തി ഒന്നുമില്ലാതായി മാറുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ നടത്തുന്ന വഴികളിൽ കൂടെ മാത്രം നമുക്ക് നടക്കുവാൻ നമുക്ക് വിധിയുണ്ടാകുന്നു. ആ വഴി നാശമല്ല, ആ വഴി അനുഗ്രഹമാണ്, ആ വഴി ഉയർച്ചയാണ്, ആ വഴി ജീവനിലേക്കുള്ള വഴിയാണ്. ആ വഴി ചെന്നെത്തുന്നത് സ്വർഗരാജ്യത്തിൽ. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ശിശുവായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യന് അവന് സ്വയം നടക്കുവാൻ കഴിവില്ലെന്ന് ദൈവത്തിന് അറിയാം, കാരണം അവൻ ശിശുവാണ്. അങ്ങനെയുള്ളവരെ ദൈവം കരത്തിൽ പിടിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവം തന്ന വചനം ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് ഉരുവിടാം. യാക്കോബേ, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ച് നിന്നെ വഴി നടത്തും. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. നിനക്ക് ബലമില്ലാത്ത ഇടങ്ങളിലൊക്കെ അമിതമായ ബലം തന്ന് ഞാൻ നിന്നെ അഭിഷേകം ചെയ്യും. ഞാൻ നിന്നെ സഹായിക്കുവാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ വഴി ദുർഘടമെങ്കിലും ആപത്ത് നിറഞ്ഞതാണെങ്കിലും നഷ്ടങ്ങൾ നിറഞ്ഞതാണെങ്കിലും ആശയറ്റതാണെങ്കിലും ലക്ഷ്യമില്ലാത്തതാണെങ്കിലും നിനക്ക് ലക്ഷ്യം തരുവാൻ, എവിടേക്ക് പോകുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കുവാൻ നിന്നോടുകൂടെ ദൈവമുണ്ടെങ്കിൽ ഒരു ശത്രുവിനും നിന്നോട് അടുക്കുവാൻ കഴിയുകയില്ല. നിന്റെ ശത്രുക്കൾ നിന്റെ മുൻപിൽ താളടിയായിത്തീരും. ജയാളിയായ ദൈവം നിന്റെ കൂടെ, നിന്നോടുകൂടെ, നിനക്ക് മുമ്പായി നിന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നതിനാൽ യുദ്ധം യഹോവയ്ക്കുള്ളത്. അവൻ നിന്നെ ജയാളിയായി മാറ്റും. ഗോഡ് ബ്ലെസ് യു.